മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80-ാം പിറന്നാൾ. LDF സർക്കാർ 10-ാം വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോഴാണ് നവകേരള നായകൻ്റെ പിറന്നാൾ എത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന പിണറായിയിലാണ് പിണറായി വിജയൻ്റെയും പിറവി. ആ പോരാട്ട ചരിത്രം തന്നെയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയെ നയിക്കുന്നത്. ഒരു ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് നെയ്ത്ത് തൊഴിലാളിയായി വളർന്ന പിണറായിയുടെ കരുത്ത് ആ തൊഴിലാളി വർഗ പാരമ്പര്യമാണ്. അവിഭക്ത പാർട്ടി പിളർന്ന് 1964-ൽ CPIM രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടി അംഗമായത്. തലശ്ശേരി ബ്രണ്ണനിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് KSFൻ്റെ ജില്ലാ സെക്രട്ടറിയായത്. 70കളുടെ ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി CH കണാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായിയെയാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുലുങ്ങാതെ സംഘർഷ സ്ഥലം സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവ് പിണറായിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് 18 മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 26-ാമത്തെ വയസ്സിൽ MLA, ജില്ലാ സെക്രട്ടറി, മന്ത്രി, സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി, ആധുനിക കേരളത്തെ മുന്നോട്ട് നയിച്ച 6 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ജീവിതമാണ് പിണറായി വിജയൻ. ലോകം ഉറ്റുനോക്കുന്ന ഒരു നാടായി, രാജ്യത്തിനാകെ മാതൃകയായി കേരളം മുന്നേറുന്നതിൻ്റെ ആഘോഷമല്ലാതെ മറ്റൊന്നാവില്ല ഇത്തവണയും പിണറായിയുടെ പിറന്നാൾ ആഘോഷം. സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അടുക്കള വരെ എത്തും പഴയ സെക്രട്ടറിയുടെ കണ്ണ്. കലവറയിൽ നേരിട്ട് പോകും, മെനു പരിശോധിക്കും, ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ മാറ്റും. ഭരണത്തിലും എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുമെന്നുള്ള വിചാരമോ ഭയമോ മന്ത്രിമാർക്കുണ്ട്. കോവിഡ് കാലത്ത് എന്ന പോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് അവരോട് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്. തുടർ ഭരണം വീണ്ടും കിട്ടിയാൽ 80 പിന്നിട്ട പിണറായിയെ ആശ്രയിക്കാനിടയില്ല എന്ന് കരുതുന്നവരുടെ മുന്നിലേക്ക് പിണറായി പക്ഷക്കാർ ഹാജരാക്കുന്നത് VSൻ്റെ കാര്യം തന്നെയാണ്. 82-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത്.